കേരളം നിങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ടേയിരുന്നു. കൗതുകത്തോടെ സ്നേഹത്തോടെ ഒരു ചാമിങ് പേഴ്സണാലിറ്റിയായി കേരളമെന്നും കൺസീവ്നെസ് കൊടുത്തിട്ടുണ്ടായിരുന്ന പേളി മാണി കളഞ്ഞു കുളിച്ചു ഉണ്ടാക്കി വെച്ച വ്യക്തിത്വവും മതിപ്പും മുഴുവനും. എനിക്ക് ഏറ്റവും ഇഷ്ടം കാവ്യയോടാണ് എന്ന് പേളി മാണി പറഞ്ഞതോടുകൂടി സൈബർ അറ്റാക്ക് കടന്നൽ കൂട്ടങ്ങളുടെ ശക്തമായ ആക്രമണം എന്നെല്ലാം പറഞ്ഞ് എഴുതി തള്ളണ്ട. ഈ രാജ്യം ഉറ്റുനോക്കുന്ന CJPയും കോൺഗ്രസും LDFും ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിലെ നിഷ്പക്ഷമതികളും മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ച് യുവാക്കൾക്ക് വേണ്ടി ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് ഡിവിഡന്റ് ഡിസ്റ്റർബായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൂടെ നിർത്തി ലോകത്തിന് മാതൃകയാവാൻ വേണ്ടി പ്രക്ഷോഭം നടത്തുമ്പോ ജന്തർ മന്ദിർ എന്ന സ്ഥലം ഇന്ന് ഇന്ത്യയുടെ ഹോട്ട്സ്പോട്ടായി മാറിക്കൊണ്ടിരിക്കുമ്പോ സ്വന്തം ഇൻസ്റ്റഗ്രാം പേജിൽ ഇട്ട് മറിഞ്ഞ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെങ്കിലും പേളിയുടെ ഉള്ളിൽ കിടക്കുന്ന കള്ളക്കാവി നിറമാണ് പുറത്തു വന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ കോടികളുടെ ഓഫർ ഉണ്ടാവും പേളി മാണിക്ക് ഇങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ പേളി മാണിക്ക് മറ്റെന്തെങ്കിലും ഉള്ളിൽ കിടന്ന രാഷ്ട്രീയം തിളച്ചു വന്നതാവാം. എന്താണെങ്കിലും കേരള മനസാക്ഷിയെ, കേരളം നിങ്ങൾക്ക് തന്ന വലിയ മതിപ്പിനെയാണ് നിങ്ങൾ ഇന്ന് കാർക്കിച്ചു തുപ്പിയത് എന്ന് പറയാതെ വയ്യ. എത്ര ഡിലീറ്റ് ബട്ടൺ ഉപയോഗിച്ച് നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്ത് ഇറേസ് ചെയ്ത് നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് പോലും ഇല്ലാതെ കടന്നു കളഞ്ഞാലും പിന്നീട് നിങ്ങൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഡെമോഗ്രാഫിക് ഡിവിഡന്റിനോട്, ആ കുട്ടികളോട് നിങ്ങൾക്ക് ഭയങ്കര പ്രതിബദ്ധതയാണ്, വളർന്നു വരുന്ന യുവാക്കളെ നമ്മൾ ചേർത്തു നിർത്തണം, നിങ്ങൾ പ്രക്ഷോഭത്തിനിടയിലും സുരക്ഷിതരായിരിക്കാൻ ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞ് നിങ്ങളിട്ട സ്റ്റോറിയുടെയും പോസ്റ്റിന്റെയും കീഴിലും നിങ്ങൾക്കെതിരെ വിപ്ലവം നടക്കുന്നത് അത്രമേൽ സ്വീകാര്യയായി നിങ്ങളെ ഈ കേരളം കണ്ടതുകൊണ്ടാണ്. ഓരോ വീട്ടിലും മകളായി, പെങ്ങളായി, സഹോദരിയായി നിങ്ങളെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് വൈബായി കൊണ്ടു നടന്ന മലയാളിയുടെ പ്രാതിനിധ്യത്തെ നിങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എടുത്തു വെക്കുമ്പോ മലയാളിയുടെ അഭിമാനത്തിന് കളങ്കം വരുത്തിയ പേളി മാണി എന്ന ചരിത്രം നിങ്ങളുടെ മേൽ ഇനി എന്നും വേട്ടയാടിക്കൊണ്ടിരിക്കും. എന്തിനാണ് നിങ്ങൾ അത് പറഞ്ഞത്? പക്വതയിൽ മോഹൻലാലിന്റെ മകൾ വിസ്മയ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നതേ ഉള്ളൂ. ആദ്യ സിനിമ പ്രേക്ഷകർ സ്വീകരിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ സ്വീകരിക്കുമോ എന്നറിയില്ല. സ്വന്തം ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുമ്പോ, ഒരു വലിയ പ്രസ്ഥാനത്തിലേക്ക് ചുവട് വെച്ച് വരുമ്പോൾ പോലും നിലപാട് പറയാനുള്ള ചങ്കൂറ്റം കേരളത്തിലെ മോഹൻലാലിന്റെ, മലയാളത്തിന്റെ മഹാനടന്റെ മകൾ വിസ്മയ പോലും അത് നടത്തിയെങ്കിൽ പേളി മാണി എന്ന വെൽ പ്രൂവൺ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, സെലിബ്രിറ്റി ഏത് കാര്യത്തിന്റെ പുറത്താണ് ഇന്ന് അത് ചെയ്തതെങ്കിലും അത് മലയാളിയുടെ മണ്ണിൽ, മലയാളിയുടെ മനസ്സിൽ മണ്ണ് വാരിയിട്ടതിന് തുല്യമാണ് എന്ന് പറയാതെ വയ്യ. പേളിയെ ആ പോസ്റ്റിന് മുൻപും പിൻപും എന്നുള്ള രീതിയിൽ ചരിത്രം രേഖപ്പെടുത്തും. വലിയ ക്രോസ് കോസ്റ്റിങ്ങിന് പേളി ഇരയായിക്കൊണ്ടേയിരിക്കും. ഏതെല്ലാം സമയത്ത് ആ പോസ്റ്റ് മറന്ന് പേളിക്ക് സ്വീകാര്യത ഉണ്ടാവുമോ, ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങൾക്കെതിരെ സംസാരിക്കാൻ കേരളത്തിന്, രാജ്യത്തിന് ഒരാവശ്യം വരുമ്പോ ഇരകൾക്കൊപ്പം നിൽക്കാനുള്ള ചങ്കൂറ്റം കാണിക്കാത്ത ഒരു വ്യക്തിയായി നിങ്ങളെ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും പേളി.